ഇന്നത്തെ വീഡിയോ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ, അതായത് എനിക്ക് പറ്റും, എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റുമോ, അവൾക്ക് കഴിയുമോ, ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ്. CAN, ക്യാൻ, പലരും കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഇത് എങ്ങനെ സെൻറ്റൻസിൽ യൂസ് ചെയ്യാമെന്ന് അറിയുന്നുണ്ടാവില്ല. സോ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇത് വെച്ച് സെൻറ്റൻസുകൾ, അതായത് നമ്മൾ ഒരാളുടെ എബിലിറ്റിനെ പറ്റി എങ്ങനെ ക്യാൻ യൂസ് ചെയ്ത് സെൻറ്റൻസുകൾ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഞാൻ ഓൾറെഡി ഇവിടെ സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് സെൻറ്റൻസ്, എനിക്ക് കഴിയും. ഇവിടെ നമ്മൾ ആരെ പറ്റിയാണ് പറയുന്നത്? എന്നെ പറ്റി. അപ്പം അങ്ങനെയാകുമ്പം നമ്മൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ എഴുതുക? ഞാൻ അല്ലെങ്കിൽ എന്നെ, എനിക്ക് എന്നൊക്കെ എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ആണ്. സോ ഐ. ഇനി കഴിയും അല്ലെങ്കിൽ കഴിയുന്നുള്ളതിൻ്റെ മറ്റൊരു വേർഡാണ് പറ്റും എന്നുള്ളത്. അപ്പം എനിക്ക് പറ്റും അല്ലെങ്കിൽ എനിക്ക് കഴിയുമെന്ന് വരുമ്പോൾ സിമ്പിളായിട്ട് ഈ ഐയുടെ കൂടെ നമ്മൾക്ക് ക്യാൻ ചേർത്തെഴുതിയാൽ മതി. അപ്പോൾ സെൻറ്റൻസ് ഇങ്ങനെയാകും, ഐ ക്യാൻ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ, അതിൽ നിങ്ങൾക്ക് കഴിയുമെന്നാണ്. അപ്പം നിങ്ങൾ എന്നുള്ളത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ പറയുക? വെരി സിമ്പിൾ, യു. അപ്പം നിങ്ങൾക്ക് കഴിയുമെന്ന് വരാൻ യു ക്യാൻ. അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. അവന് കഴിയും. അവന്, അദ്ദേഹത്തിന്, അയാൾക്ക്, നമ്മളൊരു മെയിലിനെയാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് ഒറ്റ വാക്കേ ഉള്ളൂ, അത് വേറെ ഒന്നുമല്ല. ഹി, അവന്, അയാൾക്ക്, അദ്ദേഹത്തിന് കഴിയും എന്ന് വരുമ്പോൾ ഹി ക്യാൻ. അടുത്ത സെൻറ്റൻസിൽ അവൾക്ക് കഴിയുമെന്നാണ്. അവൾ എന്ന് പറയുമ്പോൾ ഷീ, അവൾക്ക് കഴിയും, ഷീ ക്യാൻ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിയേ, അവർക്ക് കഴിയുമെന്നാണ് ഇവിടെ കിടക്കുന്നത്. അവർ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ദേ. അപ്പം നമ്മൾ ദേ കഴിയും, ക്യാൻ, ദേ ക്യാൻ. അടുത്ത സെൻറ്റൻസ് നോക്കിയേ, ഇതിൽ നമുക്ക് കഴിയുമെന്നാണ്. നമുക്ക് എന്നുള്ളതിൽ ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാണ് പറയുക? വി. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നമുക്കിന് പകരം ഞങ്ങൾക്ക് എന്നാണ് വരുന്നതെങ്കിലും നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടത് വി ആണ്. കാരണം ഇംഗ്ലീഷിൽ നമുക്ക് ഞങ്ങൾ, നമ്മൾ എന്ന രണ്ട് വാക്കുകൾക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളത് വി തന്നെയാണ്. സോ ഞങ്ങൾ, നമുക്ക് കഴിയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിയും, രണ്ടിനും വി ക്യാൻ. സോ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് കഴിയും, ഐ ക്യാൻ. നിങ്ങൾക്ക് കഴിയും, യു ക്യാൻ. അവന് കഴിയും, ഹി ക്യാൻ. അവൾക്ക് കഴിയും, ഷീ ക്യാൻ. അവർക്ക് കഴിയും, ദേ ക്യാൻ. നമുക്ക് കഴിയും, വി ക്യാൻ. ഞങ്ങൾക്ക് കഴിയും, വി ക്യാൻ. എനിക്ക് കഴിയില്ല, ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുക? നോക്കാം. എനിക്ക് കഴിയില്ല, നേരത്തെ നമ്മൾ പറഞ്ഞു ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയുമെന്നാണ്. അപ്പം ഡെഫിനറ്റ് ആയിട്ടും എനിക്ക് എന്നുള്ളതിന് ഐ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ കഴിയില്ല നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ഇംഗ്ലീഷിൽ? അതിന് നമുക്ക് ഈ ക്യാൻ്റെ കൂടെ ഇല്ല എന്നുള്ളതിന് നോട്ട് എന്നാണല്ലോ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിരിക്കുന്നത്. നോട്ട് കൂടി ആഡ് ചെയ്താൽ മതി. സോ കനോട്ട് ആണ് കഴിയില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട ഇംഗ്ലീഷ് വേർഡ്. എപ്പോഴും നമ്മൾ കനോട്ടിനെ കനോട്ട് ആയിട്ട് തന്നെ പറയണമെന്നില്ല. അതിന് നമുക്കൊരു വീക്ക് ഫോം ഉണ്ട്, അതാണ് ക്യാൻ അപ്പസ്ട്രോഫി ടി. ഈ മുകളിലിടുന്ന കോമയില്ലേ, അതിന് പറയുന്നത് അപ്പസ്ട്രോഫി എന്നാണ്. അപ്പം എഴുതുമ്പം നമ്മൾ CAN അപ്പസ്ട്രോഫി ടി ഇടണം. പറയുമ്പോൾ കാൺഡ് എന്ന് പറഞ്ഞാൽ മതി. സോ ഐ കൻ നോട്ട് എന്ന് പറയുന്നതിന് പകരം യു ക്യാൻ സ്റ്റിൽ സേ ഐ കാൺഡ്. ഇനി അടുത്തത് നിങ്ങൾക്ക് കഴിയില്ല. നേരത്തെ നമ്മൾ പഠിച്ചത് വെച്ചോ ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ, എങ്ങനെയായിരിക്കും ഈ സെൻറ്റൻസ് വരിക? നിങ്ങൾ എന്നുള്ളതിന് യു, നിങ്ങൾ, അതുപോലെ നീ എന്നൊക്കെ പറയുന്നിടത്തും നമ്മൾ യു തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് യു കാൺഡ്. അടുത്തത് അവന് കഴിയില്ല. അവൻ നേരത്തെ പറഞ്ഞതുപോലെ ഹി ആണ്. സോ അവന് കഴിയില്ല എന്ന് വരുമ്പോൾ ഹി കാൺഡ്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് കഴിയില്ല എങ്ങനെയായിരിക്കും എഴുതുക? സിമ്പിൾ, ഷീ കാൺഡ്. അവർക്ക് കഴിയില്ല, ദേ കാൺഡ്. നമുക്ക് കഴിയില്ല, വി കാൺഡ്.
അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കഴിയുന്ന കാര്യത്തെപ്പറ്റി പറയാനും നമുക്ക് പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് കഴിയില്ലാത്ത കാര്യത്തെപ്പറ്റി പറയാനും പഠിച്ചല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാൻ വെച്ച് തന്നെ കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള സെൻറ്റൻസുകൾ എങ്ങനെ പറയാം എന്നുള്ളതാണ്. ഇത്രയും നേരം നമ്മൾ എനിക്ക് കഴിയും, എനിക്ക് കഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി എന്ത് കഴിയും, എന്ത് കഴിയില്ല എന്ന് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയും. ഇവിടെ പറയുന്ന വ്യക്തി പറയുന്നത് നൃത്തം ചെയ്യുക എന്നുള്ള പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ്. സോ എനിക്ക് എന്ന് വരുമ്പോൾ നമുക്കറിയാം ഐ ആണ്. കഴിയും എന്നുള്ളത് കൊണ്ട് ക്യാൻ വരണം. ഇനി നൃത്തം ചെയ്യുക എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഡാൻസ്. അതിന് നൃത്തം ചെയ്യുക എന്നുള്ളത് കൊണ്ട് അതിന് പ്രത്യേകമായി മറ്റെന്തെങ്കിലും വാക്കുണ്ടോ എന്ന് വിചാരിക്കണ്ട. ഡാൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നൃത്തം ചെയ്യുക എന്നാണ് ഇംഗ്ലീഷിൽ വരിക. സോ എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഡാൻസ്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. എനിക്ക് നീന്താൻ കഴിയില്ല. ഇവിടെ കഴിയില്ല എന്നാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം കാണ്ട് ആണ് വേണ്ടത്. സോ നമുക്ക് ആദ്യം തന്നെ കാണ്ട് എഴുതാം. ഇനി ആർക്കാണ് നീന്താൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? എനിക്ക്. സോ ഓബ്വിയസ്ലി ഐ ആണ് വരേണ്ടത്. ഐ കാണ്ട് നീന്തുക. നീന്തുക എന്ന എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? സ്വിം. So the sentence becomes I can't swim. Moving on. അദ്ദേഹത്തിന് നന്നായി പാടാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു അയാൾ, അവൻ, അദ്ദേഹം ഇതിനൊക്കെ ഇംഗ്ലീഷിൽ ഒരു വാക്കേ ഉള്ളൂ. അത് ഹി ആണ്. സോ അദ്ദേഹത്തിന് പാടാൻ കഴിയുമെന്നാണ്. കഴിയുമെന്നായതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ക്യാൻ ആണ്. പാടുക, നൃത്തം ചെയ്യുക എന്നുള്ളത് ഡാൻസ് ആണ്. പാടുക എന്നുള്ളത് സിംഗ് ആണ്. ഇനി ഇവിടെ ഒരു എക്സ്ട്രാ വാക്കും കൂടി ഉണ്ട്. അദ്ദേഹത്തിന് പാടാൻ കഴിയും, പക്ഷെ എങ്ങനെ പാടാൻ കഴിയും? നന്നായി എന്ന് മീനിങ് വരുന്ന വെൽ എന്നുള്ള വാക്കും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. സോ അദ്ദേഹത്തിന് നന്നായി പാടാൻ കഴിയും ബിക്കംസ് ഹി ക്യാൻ സിംഗ് വെൽ. അടുത്ത സെന്റൻസ് നോക്കിക്കേ. അവൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും. അവൾ, ഷീ, കഴിയുമെന്നാണ്. സോ ക്യാൻ. ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് ഡ്രൈവ് എന്ന് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. വണ്ടി ഓടിക്കുക എന്നാണ് കേട്ടോ മലയാളത്തിൽ നമ്മൾ പറയുക. പിന്നെ നമ്മൾ സാധാരണയായി ഡ്രൈവ് എന്ന് തന്നെയാണ് യൂസ് ചെയ്യാറ്. സോ ഷീ ക്യാൻ ഡ്രൈവ്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് എക്സാമ്പിൾസ് നോക്കാം. എനിക്ക് നിങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയില്ല. ഇവിടെയും കഴിയില്ല എന്നാണ്. സോ നമുക്ക് ആദ്യം അറിയാവുന്ന വാക്ക് എഴുതാം, കാണ്ട്. ഇനി ആർക്കാണ് കഴിയാത്തത്? എനിക്ക്. സോ അഗൈൻ അറിയാവുന്ന വാക്കാണ് ഐ. നിങ്ങളെ, അപ്പോൾ അത് നിങ്ങളെ എന്ന് പറയുന്നത് കൊണ്ട് യു ആണ് ആ വാക്ക്. സോ അത് എടുത്തെഴുതാം. ഇനി പിന്തുണയ്ക്കുക. ഈ മീനിങ് വരുന്ന ഇംഗ്ലീഷിലെ വാക്ക് ഏതാ? സപ്പോർട്ട്. ഐ കാണ്ട് സപ്പോർട്ട് യു. ഇവിടെ ആരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നും കൂടി നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വെർബിന് ശേഷം നമ്മൾ ആക്ഷൻ എന്താണോ അതിന് ശേഷം യു വന്നിരിക്കുന്നത്. സോ ഐ കാണ്ട് സപ്പോർട്ട് യു. എനിക്ക് നിങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയില്ല. അടുത്ത സെന്റൻസ് നോക്കാം. അവന് നിങ്ങളെ കാണാൻ കഴിയും. ഇതും കഴിയുമാണ്. സോ ആദ്യം നമുക്ക് അറിയാവുന്ന വേർഡ്സ് എഴുതാം. ക്യാൻ, അവന് ഹി, നിങ്ങളെ യു, കാണുക see. So this becomes he can see you. ഇനി അടുത്ത സെന്റൻസിലേക്ക് പോകാം. അവർക്ക് ഞങ്ങളെ സഹായിക്കാനാകും. ഈ രണ്ട് സെന്റൻസ് ഉണ്ടാക്കിയതിന്റെ പരിചയത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഒരു സെന്റൻസ് എങ്ങനെയായിരിക്കും വരിക? അവർക്ക്, ദേ, ഞങ്ങളെ. ഞങ്ങളെ എന്ന് വരുമ്പം ഒരിക്കലും വി വരത്തില്ല. ഓക്കെ, ഞങ്ങളായിരുന്നെങ്കിൽ വി വന്നേനെ. ഞങ്ങളെ എന്ന് വന്നത് കൊണ്ട് അസ്, യു എസ്, അസ് ആണ് വരിക. ദേ, അവർക്ക് ഞങ്ങളെ സഹായിക്കാനാകും. ഇനി സഹായിക്കാൻ കഴിയും അല്ലെങ്കിൽ സഹായിക്കാനാകും എന്ന് പറയാൻ നമുക്ക് ക്യാൻ ഹെൽപ്പ് എന്ന് എഴുതാം. സോ ദ സെന്റൻസ് ബിക്കംസ് ദേ ക്യാൻ ഹെൽപ്പ് അസ്. ഇനി നമ്മൾ ക്യാൻ ഉപയോഗിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താ? എനിക്ക് കഴിയും, എനിക്ക് കഴിയില്ല എന്നൊക്കെയാണ്.
ഇനി എനിക്ക് കഴിയുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുമോ, അവൾക്ക് കഴിയുമോ, ഇതൊക്കെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വെരി സിമ്പിൾ. അവിടെ നമുക്ക് വേണ്ടത് ക്യാൻ തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്, ഇതൊരു ചോദ്യമായതുകൊണ്ട് ക്യാൻ നമ്മൾ ആദ്യമാണ് ഇടുന്നത്. പക്ഷെ നേരത്തെ നമ്മൾ 2 ടൈപ്പ് സെൻറ്റൻസ് പറഞ്ഞു അല്ലേ? കഴിയും കഴിയില്ല പറഞ്ഞപ്പോഴും ക്യാൻ വന്നത് ഇടയ്ക്കാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്യാൻ ആദ്യം ഇടുക. ഇനി ഈ ഒരു സെൻറ്റൻസ് ശ്രദ്ധിച്ചേ, എന്നെ സഹായിക്കാമോ. മലയാളത്തിൽ നമ്മൾ എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അത് റിയൽ ആയിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ എന്നാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ആരാണ് സഹായിക്കേണ്ടത്? യു, നിങ്ങൾ. ക്യാൻ യു, സഹായിക്കുക, ഹെൽപ്പ്. ആരെയാണ് സഹായിക്കേണ്ടത്? എന്നെ. ഇവിടെ ഒരിക്കലും നമ്മൾ ഐ എഴുതാൻ പാടില്ല. കാരണം ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. എന്നെ എന്ന് വരുമ്പോൾ മീ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അപ്പം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യമെങ്കിൽ ക്യാൻ യു ഹെൽപ്പ് മീ എന്നാണ് ചോദിക്കേണ്ടത് ഇംഗ്ലീഷിൽ. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ലേ. കഴിയുമോ എന്ന് ചോദിച്ചപ്പം നമ്മൾ ക്യാൻ യൂസ് ചെയ്തു. കഴിയില്ലേ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ കഴിയില്ല എന്ന് മീൻ ചെയ്യുന്ന കാണ്ട് ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇത് ആദ്യം വരുന്ന സമയത്ത് അത് ക്വസ്റ്റ്യൻ ആയി മാറുകയും കഴിയില്ലേ എന്നുള്ള മീനിങ്ങിലേക്ക് പോവുകയും ചെയ്യും. സോ കാണ്ട്, നിങ്ങൾക്ക്. അപ്പം കാണ്ട് യു ഹെൽപ്പ്, സഹായിക്കുക. ആരെ സഹായിക്കുക? എന്നെ സഹായിക്കുക. സോ കാണ്ട് യു ഹെൽപ്പ് മീ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ലേ. അടുത്ത സെൻറ്റൻസ് നോക്കാം. അയാൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ. കഴിയുമോ എന്നാണ് ചോദ്യം. അപ്പം അയാൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ എന്നാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ഹി എഴുതി നോക്കുകയാണ്. ഇത് ശരിയാണോ? അല്ല, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കഴിയുമോ എന്ന അർത്ഥം വരുന്ന ക്യാൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ക്യാൻ ആർക്കാണ്? ഹി. ക്യാൻ ഹി ഡ്രൈവ്. ക്യാൻ ഹി ഡ്രൈവ്. ഇനിയുള്ള സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. അവന് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിയില്ലേ എന്ന് വരുമ്പോൾ കാണ്ട് ആണ് വരിക. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആദ്യം നമുക്ക് കാണ്ട് ഇടാം. അവന് ആയതുകൊണ്ട് രണ്ടാമത് ഹി. കാണ്ട് ഹി ഡ്രൈവ്. അവന് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ലേ, അവന് ഡ്രൈവ് ചെയ്യാൻ പാടില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ. അതിന് നമുക്ക് ഇങ്ങനെ വേണം ഇംഗ്ലീഷിൽ പറയാൻ. അടുത്തത്, അവൾക്ക് എന്നെ സന്ദർശിക്കാൻ കഴിയുമോ. അവൾക്കൊന്ന് എന്നെ വന്ന് കാണാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ നമ്മൾ പല സാഹചര്യങ്ങളും ചോദിക്കാറുണ്ട് മറ്റുള്ളവരെ പറ്റി. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ അത് ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. അവൾക്ക് എന്നെ സന്ദർശിക്കാൻ കഴിയുമോ. കഴിയുമോ ക്യാൻ, അവൾക്ക് ഷീ. ഇനി സന്ദർശിക്കുക, അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? യൂഷ്വലി നമുക്ക് വിസിറ്റ് എന്ന് പറയാം. അതിന് വേറെയും വാക്കുകൾ യൂസ് ചെയ്യാം. പക്ഷെ കോമൺ ആയിട്ട് വിസിറ്റ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ക്യാൻ ഷീ വിസിറ്റ് ആരെ? എന്നെ. ഐ അല്ല, മീ ആണ്. സോ ക്യാൻ ഷീ വിസിറ്റ് മീ? ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്തത് ഇതേ സെൻറ്റൻസ് തന്നെ നെഗറ്റീവ് ഫോമിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അവൾക്ക് എന്നെ സന്ദർശിക്കാൻ കഴിയില്ലേ. കഴിയില്ല എന്ന് മീനിങ് വരുന്ന കാണ്ട് ഇടുക. അത് ആദ്യം വരുമ്പോൾ കഴിയില്ലേ എന്ന് അതിൻ്റെ മീനിങ് മാറും. കാണ്ട് ഷീ വിസിറ്റ് മീ. അപ്പോൾ അവന് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ലേ, കാണ്ട് ഹി ഡ്രൈവ്. അവൾക്ക് എന്നെ സന്ദർശിക്കാൻ കഴിയുമോ, ക്യാൻ ഷീ വിസിറ്റ് മീ. അവൾക്ക് എന്നെ സന്ദർശിക്കാൻ കഴിയില്ലേ, കാണ്ട് ഷീ വിസിറ്റ് മീ. അപ്പോൾ ക്യാനും കാണ്ടും യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പഠിച്ചില്ലേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നമ്മളുടെ മെജോറിറ്റി ആൾക്കാർ ഫോണിലൂടെ അല്ലെങ്കിൽ വീഡിയോ കോൾ ത്രൂ ഒക്കെ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ആ സമയത്ത് നമ്മൾ പൊതുവായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ, എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ. അപ്പം അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാമോ എന്ന് ചോദിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് ക്യാൻ യു ഹിയർ മീ. ഇവിടെ ഞാൻ പറയുന്നത് എന്ന് നീ എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ പറയുന്നത് കേൾക്കാമോ എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കാമോ എന്ന് തന്നെയാണ്. സോ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുമ്പോൾ ക്യാൻ യു ഹിയർ മീ എന്നാണ് വരിക. ഇനി ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ, അതായത് അവരെന്തെങ്കിലും തിരിച്ച് നമ്മൾ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം, അല്ല ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. അതിന്
കേൾക്കുന്നില്ലേ എന്നായതുകൊണ്ട് കേൾക്കാൻ കഴിയുന്നില്ലേ എന്നാണ് കേട്ടോ അതിൻ്റെ മീനിങ്. അത് നമ്മൾ കാൺറ്റ്, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ കാൺറ്റ് യു ഹിയർ മീ. ഇവിടെ ഈ സെന്റൻസിൽ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുന്നത് അവൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അവന് കേൾക്കാൻ പറ്റുന്നില്ലേ എന്നായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ യു എഴുതാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പം സ്പെസിഫിക് ആയിട്ടൊന്നും മലയാളത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. മലയാളത്തിൽ സാധാരണ നമ്മൾ അങ്ങനെ പറയുന്ന സമയത്ത് യു തന്നെയാണ് ഇവിടെ ലിസണറായിട്ട് വരാറ് സാധാരണ. സോ കാൺറ്റ് യു ഹിയർ മീ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ. അടുത്തത് അവർക്ക് വായ്പയ്ക്ക് അപേക്ഷിക്കാനാവുമോ. ഇവിടെ ഇപ്പോൾ അവർ അപേക്ഷിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സ്ഥലത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അവർ നമ്മൾക്കൊരു കാര്യം ഒരു സർവീസ് ചെയ്തു തരുമെന്ന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫോർമലായിട്ട് ആപ്ലിക്കേഷൻ ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അപേക്ഷകൾക്ക് നമ്മൾ അപ്ലൈ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സോ അപേക്ഷിക്കുക ഇവിടെ അപ്ലൈ ആണ്. വായ്പ അതിന് ഇംഗ്ലീഷ് എന്താ? ലോൺ. ലോണിനായിട്ട് അപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അപ്ലൈ ഫോർ എ ലോൺ എന്ന് വരും. സോ അവർക്ക് വായ്പയ്ക്ക് അപേക്ഷിക്കാനാകുമോ, അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും? ക്യാൻ, കഴിയുമോ എന്നാണ് ആകുമോ എന്നുള്ള മീനിങ്. ദേ, അവരായതുകൊണ്ട് ദേ. സോ ക്യാൻ ദേ അപ്ലൈ ഫോർ എ ലോൺ? ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി നമ്മളോട് ഇങ്ങനെ ഒരാൾ ഇത് ചെയ്യാൻ കഴിയുമോ, അവൾക്കത് പറ്റുമോ, അല്ലെങ്കിൽ നിനക്കത് പറ്റുമോ, നിനക്കത് പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ യൂഷ്വലായിട്ട് പറ്റും അല്ലെങ്കിൽ പറ്റില്ല എന്ന് യെസ് അല്ലെങ്കിൽ നോ ഈ രീതിയിലായിരിക്കും ഉത്തരം പറയേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും യെസ് ഐ ക്യാൻ അപ്ലൈ ഫോർ എ ലോൺ, അല്ലെങ്കിൽ യെസ് ഷീ ക്യാൻ ഡാൻസ്, യെസ് ഷീ ക്യാൻ സ്വിം എന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് ഫ്രേസസ് യൂസ് ചെയ്ത് നമുക്ക്, അല്ലെങ്കിൽ സെൻറ്റൻസസ് യൂസ് ചെയ്ത് ഉത്തരം പറയാം. അപ്പം അതിൽ ആദ്യത്തെ സെൻറ്റൻസ് ആണ് എനിക്ക് കഴിയും. അപ്പം അതിനു മുമ്പ് ചോദ്യം ഇങ്ങനെയാണ്, നിനക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. അപ്പം പറ്റുമോ ഇല്ലയോ എന്ന് ആദ്യം പറയണം. സോ ആദ്യം യെസ് ഐ ക്യാൻ. ഇനി ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ആദ്യം നമ്മൾ അതിന് ഉത്തരം പറയുന്നു നോ, എന്നിട്ട് അതിനോട് ആഡ് ഓൺ ചെയ്തിട്ട് ഐ കാൺറ്റ് എന്ന് പറയുന്നു. ഇനി ചില സാഹചര്യങ്ങളിൽ നമ്മൾ ക്യാനും കാണ്ടും നമ്മൾ ഉത്തരം പറയാൻ യൂസ് ചെയ്യണം എന്നില്ല. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചോദ്യമായിട്ട് അവർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഉത്തരം പറയണം എന്നുള്ളതാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ യെസ് അല്ലെങ്കിൽ നോ എന്ന് മീൻ ചെയ്യുന്ന രീതിയിൽ ഉത്തരം പറഞ്ഞാലും മതി. സോ ഇവിടെ അടുത്ത എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓഫ് കോഴ്സ് എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഓഫ് കോഴ്സ് എന്ന് വെച്ചാൽ തീർച്ചയായും എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സോ ഓഫ് കോഴ്സ് തീർച്ചയായും, നിങ്ങൾക്ക് തീർച്ചയായും എന്നാണ് ഉത്തരം പറയേണ്ടതെങ്കിൽ ഓഫ് കോഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ തീർച്ചയായും അല്ലെങ്കിൽ ഉറപ്പായും എന്നൊക്കെ മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് certainly. അപ്പം ഉറപ്പായിട്ട് ഞാൻ ചെയ്തു തരും എന്നാണ് പറയേണ്ടതെങ്കിൽ നിങ്ങൾക്ക് certainly യൂസ് ചെയ്യാം. ഇനി അയ്യോ എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു കുറച്ച് പൊളൈറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാത്ത രീതിയിലാണ് പറയേണ്ടതെങ്കിൽ നമുക്ക് ആദ്യം ഒരു ക്ഷമാപണം നടത്താം. അപ്പോൾ അതിന് നമുക്ക് സോറി പറയാം. സോറി പറഞ്ഞതിന് ശേഷം എനിക്ക് പറ്റത്തില്ല എന്ന് പറയാം. ഇനി കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നമുക്ക് ഈ ഒരു ഐ കാൺറ്റ് പറയേണ്ടി വരുന്നത് എങ്കിൽ നമുക്ക് അത് ആദ്യം ഈ ഒരു സെൻറ്റൻസ് ആഡ് ചെയ്തതിന് ശേഷം പറയാം. ഐ എം അഫ്രെയ്ഡ് ഐ കാൺറ്റ്, സോറി അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്കൊരു വിഷമമുണ്ട് എന്നൊക്കെ മീൻ ചെയ്യുന്നൊരു സെൻറ്റൻസ് ആണിത്. ഐ എം അഫ്രെയ്ഡ് ഐ കാൺറ്റ്. അപ്പം ഇത് പറയുന്നത് കുറച്ചും കൂടി ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്, അത് മറക്കരുത്. ഇനി എന്തുകൊണ്ട് പറ്റിക്കൂടാ, തീർച്ചയായും ഞാൻ ചെയ്യും, അല്ലെങ്കിൽ പിന്നെന്താ എന്നുള്ള രീതിയിൽ നമ്മൾ ഉത്തരം പറയില്ലേ, ആ സമയത്ത് നമുക്ക് വൈ നോട്ട് എന്ന് യൂസ് ചെയ്യാം. പിന്നെന്താ ഞാൻ ചെയ്തു തരാമല്ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഓക്കെ, അപ്പം ഈ രീതിയിൽ ഇപ്പം ആരെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തരുമോ, നിങ്ങൾക്ക് ആ ഒരു കഴിവുണ്ടോ എന്നൊക്കെ രീതിയിൽ ചോദിക്കുന്ന സമയത്ത് ഈ രീതിയിൽ നമുക്ക് ഉത്തരങ്ങൾ പറയാം. നോ ആയാലും യെസ് ആയാലും. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് കഴിയും, കഴിയില്ല, കഴിയുമോ, കഴിയില്ലേ, ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. സോ അതുവരേക്കും ബൈ.